ഹായ്, നമസ്കാരം. നമ്മുടെ PSC ബുള്ളറ്റിൽ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന 700 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ 200 ക്വസ്റ്റ്യൻസ്, അതായത് 100 ക്വസ്റ്റ്യന്റെ 2 വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ വീഡിയോ ആണ് ഇത്. അപ്പൊ ഇതിനു മുമ്പുള്ള 2 വീഡിയോ കാണാൻ ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് കയറി നോക്കിയാൽ മതിയെ. ഇതിൽ ഒന്നാമത്തെ ചോദ്യം, യുക്തിവാദി എന്ന പ്രസിദ്ധീകരണത്തിന്റെ അച്ചടി ആരംഭിച്ചത് എവിടെ നിന്നാണ്? എവിടുന്നായിരുന്നു? ഓപ്ഷൻ സി ആണ്, എറണാകുളത്ത് നിന്നാണ്. യുക്തിവാദി എന്ന പ്രസിദ്ധീകരണത്തിന്റെ അച്ചടി ആരംഭിച്ചത് എവിടെന്ന? എറണാകുളത്ത് നിന്നാണ്. ഇനി ഏത് സർവകലാശാലയാണ് കുമാരനാശാന് മഹാകവി പട്ടം നൽകിയത്? ഏതാ? ഓപ്ഷൻ എ, മദ്രാസ് സർവകലാശാല. ഇനി ജാതി വ്യവസ്ഥക്കെതിരെ പ്രതികരിക്കാൻ വൈകുണ്ഠസ്വാമികൾ എവിടെയാണ് മുന്തിരിക്കിണർ നിർമ്മിച്ചത്? ജാതി വ്യവസ്ഥക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് വൈകുണ്ഠസ്വാമികൾ എവിടെയാണ് മുന്തിരിക്കിണർ സ്ഥാപിച്ചത്? ഓപ്ഷൻ സി ആണ്, സ്വാമിത്തോപ്പിലാണ്. ഇനി ബാസൽ മിഷൻകാര് ഓട് ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? ബാസൽ മിഷൻകാര് ഓട് ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാ? ഓപ്ഷൻ എ ആണ്, പുതിയറയിലാട്ടോ. എവിടെയാ? പുതിയറയാണ്. ഇനി എവിടെയാണ് പി കൃഷ്ണപിള്ള ജനിച്ചത്? സഖാവ് പി കൃഷ്ണപിള്ള ജനിച്ച സ്ഥലം എവിടെയാ? ഓപ്ഷൻ എ, വൈക്കത്താണ്. കോട്ടയം ജില്ലയിലെ വൈക്കത്താണ്. ഇനി താഴെ പറയുന്നവയിൽ ഏത് വനിതാ നേതാവാണ് സർ CP രാമസ്വാമി അയ്യർക്കെതിരെ ദേശസേവികാ സംഘം സ്ഥാപിച്ചത്? ദേശസേവികാ സംഘം സ്ഥാപിച്ച നവോത്ഥാന നായിക ആരാ? ഓപ്ഷൻ ബി ആണ്, അക്കാമ ചെറിയാനാണ്. ഇനി ആരുടെ നേതൃത്വത്തിലാണ് വിവേകോദയം വാരിക പ്രസിദ്ധീകരിച്ചിരുന്നത്? ആരുടെ നേതൃത്വത്തിലൊക്കെയാണ് വിവേകോദയം വാരിക പ്രസിദ്ധീകരിച്ചിരുന്നത്? ഓപ്ഷൻ സി ആണ്, കുമാരനാശാന്റെയും M ഗോവിന്ദന്റെയും കീഴിലായിരുന്നു. ഇനി KP കേശവമേനോന്റെ നേതൃത്വത്തില് മാതൃഭൂമി പ്രസിദ്ധീകരണം തുടങ്ങിയ സ്ഥലം എവിടുന്ന? KP കേശവമേനോന്റെ നേതൃത്വത്തില് മാതൃഭൂമി പത്രം പ്രസിദ്ധീകരണം തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു? കോഴിക്കോട് നിന്നാണ്. അല്ലെ, ഓപ്ഷൻ ബി ആണ്, കോഴിക്കോട് നിന്നാണ്. ഇനി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്താൻ കാരണം എന്താ? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്താൻ കാരണം എന്തായിരുന്നു? ഓപ്ഷൻ എ ആണ്, ദിവാൻ രാജഗോപാലാചാര്യയെ വിമർശിച്ചതിന്റെ പേരിലാണ് നാട് കടത്തിയത്. ഇനി അൽ അമീൻ എന്ന പത്രത്തിന്റെ പ്രസാധകൻ ആരാണ്? അൽ അമീൻ എന്ന പത്രത്തിന്റെ പ്രസാധകൻ ഓപ്ഷൻ ബി ആണ്, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് നിരോധിച്ച പത്രം ഏതാണ്? കേരളത്തിൽ ആദ്യമായിട്ട് നിരോധിച്ച പത്രം അല്ലെങ്കിൽ കണ്ടുകെട്ടിയ പത്രം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ്, സന്ദിഷ്ടവാദി ആട്ടോ. ഏതാ? സന്ദിഷ്ടവാദിയാണ്. ഓപ്ഷൻ ബി, സന്ദിഷ്ടവാദി. ഇനി തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ എ ആണ്, സ്വാതി തിരുനാളാണ്. ഇനി പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവന്റെ യഥാർത്ഥ പേരെന്താണ്? പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവന്റെ യഥാർത്ഥ പേര് ഓപ്ഷൻ എ, യോഹന്നാൻ എന്നാണ്. ഇനി വൈകുണ്ഠസ്വാമികൾ രചിച്ച പുസ്തകം ഏതാണ്? തന്നിരിക്കുന്നതില് വൈകുണ്ഠസ്വാമികൾ രചിച്ച പുസ്തകം ഏതാ? അരുൾനൂലാട്ടോ. ഏതാ? അരുൾനൂലാണ്. ഇനി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ തത്വചിന്ത എന്തായിരുന്നു? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ തത്വചിന്ത എന്തായിരുന്നു? ആനന്ദ മതമാട്ടോ. ഓപ്ഷൻ ബി ആണ്, ആനന്ദ മതമാണ്. 16ാമത്തെ ചോദ്യം, സാമൂഹിക പരിഷ്കരണത്തിനായിട്ട് സ്വാമി ആനന്ദതീർത്ഥൻ സ്ഥാപിച്ച സംഘടന ഏതാണ്? ആനന്ദതീർത്ഥൻ സ്ഥാപിച്ച സംഘടന ഏതാ? ഓപ്ഷൻ സി ആണ്, ജാതി നാശിനി സഭയാട്ടോ. ഏതാ? ജാതി നാശിനി സഭ. ആരാ സ്ഥാപിച്ചത്? ആനന്ദ തീർത്ഥനാണ്. ഇനി മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത് എന്നാണ്? മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചതെന്ന 1891 ജനുവരി 1-നാണ്. ഇനി പ്രഥമ EMS മന്ത്രിസഭയിൽ ഹരിജന ക്ഷേമത്തിന്റെയും തദ്ദേശ സ്വയംഭരണത്തിന്റെയും ചുമതല വഹിച്ച മന്ത്രി ആരാ? പ്രഥമ EMS മന്ത്രിസഭയിൽ ഹരിജന ക്ഷേമത്തിന്റെയും തദ്ദേശ സ്വയംഭരണത്തിന്റെയും ചുമതല വഹിച്ച മന്ത്രി ആരാ? PK ചാത്തൻ മാസ്റ്റർ ആണ്. ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച അബ്രാഹ്മണൻ ആരാ? ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യത്തെ നമ്പൂതിരി ബ്രാഹ്മണനല്ലാത്ത വ്യക്തി ആരാ? ഓപ്ഷൻ ബി ആണ്, P കൃഷ്ണപിള്ളയാണ്. ഇനി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേരെന്താ? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര് എന്താ? കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നാണ്. ഇനി ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞതാരാം? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞതാരാം? ആരാ? ഓപ്ഷൻ സി ആണ്, സഹോദരൻ അയ്യപ്പനാണ്. ഇനി ഏത് വർഷമാണ് VT ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം അരങ്ങേറിയത്?
ഏത് വർഷമാണ് VT ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം അരങ്ങേറിയത്? ഓപ്ഷൻ ബി ആണ് 1929. ഇനി 1856 ബാസൽ മിഷൻ മലബാറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? 1856 ബാസൽ മിഷൻ മലബാറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം ആരംഭിച്ചത് എവിടെയാ? തലശ്ശേരിയിലാണ്. ഇനി 24ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണഘടന പ്രഖ്യാപിച്ചതാരാം? തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണഘടന പ്രഖ്യാപിച്ചതാരാ? സർ CP രാമസ്വാമി അയ്യരാണ്. ഇനി വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭക്ഷണശാല തുറന്ന് സഹായം നൽകിയതാരാ? വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭക്ഷണശാല തുറന്നു നൽകിയതാരാ? പഞ്ചാബിൽ നിന്നുള്ള അകാലികളാണ്. ഇനി യാതന അനുഭവിക്കുന്നവരുടെ വിഭാഗത്തിൽ നിന്ന് തിരുവിതാംകൂറിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരാണ്? യാതന അനുഭവിക്കുന്നവരുടെ വിഭാഗത്തിൽ നിന്ന് തിരുവിതാംകൂറിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരാ? ഓപ്ഷൻ ഡി അയ്യങ്കാളിയാണ്. ഇനി സിവിൽ കേസുകളിൽ കോടതികളിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ സർക്കാർ ഇളവ് നൽകിയിരുന്ന ഏക വ്യക്തി ആരാണ്? സിവിൽ കേസുകളിൽ നിന്ന് കോടതികളിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ സർക്കാർ ഇളവ് നൽകിയിരുന്ന ഏക വ്യക്തി ആരാ? ശ്രീ നാരായണ ഗുരുവാണ്. ഇനി ഏത് സാമൂഹിക പരിഷ്കർത്താവിനെയാണ് സ്നേഹപൂർവ്വം നാണു ആശാൻ എന്ന് വിളിച്ചിരുന്നത്? ഏത് സാമൂഹിക പരിഷ്കർത്താവിനെയാണ് സ്നേഹപൂർവ്വം നാണു എന്ന് വിളിച്ചിരുന്നത്? ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരുവിനെയാണ്. ഇനി ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമികളെയും ഗുരു ആരാ? ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമികളുടെയും ഗുരു ആരാ? തൈക്കാട് അയ്യാ സ്വാമികളാണ്. ഇനി ദക്ഷിണായനം എന്ന പുസ്തകം രചിച്ചതാരാ? ദക്ഷിണായനം എന്ന പുസ്തകം രചിച്ചത് ഓപ്ഷൻ എ VT ഭട്ടതിരിപ്പാട്. ഇനി MC ജോസഫിനെ യുക്തിവാദികളുടെ പോപ്പ് എന്ന് വിശേഷിപ്പിച്ചതാരാ? MC ജോസഫിനെ യുക്തിവാദികളുടെ പോപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ഓപ്ഷൻ എ ആണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ്. ഇനി കേരള കൗമുദിയുടെ സ്ഥാപകൻ ആരാം? കേരള കൗമുദിയുടെ സ്ഥാപകൻ, കേരള കൗമുദി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ എ ആണ് CV കുഞ്ഞിരാമൻ. ഇനി പ്രഭാതം എന്ന പത്രം ആരംഭിച്ചതാരാ? പ്രഭാതം എന്ന പത്രം ആരംഭിച്ചതാരാ? EMS നമ്പൂതിരിപ്പാട്. യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങളുടെ പൊതുവേദി എന്ന നിലയിൽ ന്യൂനപക്ഷ പിന്നാക്ക സമുദായ ഫെഡറേഷൻ രൂപീകരിച്ചതാരാ? യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങളുടെ പൊതുവേദി എന്ന നിലയിൽ ന്യൂനപക്ഷ പിന്നാക്ക സമുദായ ഫെഡറേഷൻ രൂപവൽക്കരിച്ചത് ആരാ? ഓപ്ഷൻ സി ആണ് വേലുക്കുട്ടി അരയനാണ്. ഇനി 35ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ആരാണ് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നത്? താഴെ പറയുന്നവയിൽ ആരാണ് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗമായിരുന്നത്? ആരൊക്കെയുണ്ട്? PK ചാത്തമാസ്റ്റർ ഉണ്ട്, KP വള്ളോനുണ്ട്, MC ജോസഫ് ഉണ്ട്, അയ്യത്താൻ ഗോപാലുണ്ട്. ആരാ? ഓപ്ഷൻ ബി ആണ് KP വള്ളോൻ. ബാലസമുദായ പരിഷ്കരണി സഭ സ്ഥാപിച്ചതാരാണ്? ബാലസമുദായി പരിഷ്കരണി സഭ സ്ഥാപിച്ചത് ആരാ? പണ്ഡിറ്റ് കറുപ്പൻ. അല്ലെ, ഓപ്ഷൻ എ പണ്ഡിറ്റ് കറുപ്പനാണ്. ഞാൻ പുതിയ ലോകം കണ്ടു എന്ന കൃതി രചിച്ചതാരാ? ഞാൻ ഒരു പുതിയ ലോകം കണ്ടു എന്ന കൃതി രചിച്ചത് ആരാ? ഓപ്ഷൻ ഡി ആണ് AK ഗോപാലൻ. ഇനി ഏതിന്റെ പഴയ പേരാണ് ജീവൽ സാഹിത്യ പ്രസ്ഥാനം എന്നത്? ഏതിന്റെ പഴയ പേരാണ് ജീവൽ സാഹിത്യ പ്രസ്ഥാനം എന്ന് പറയുന്നത്? ഏതിന്റെ? ഓപ്ഷൻ എ ആണ് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ പഴയ പേരാണെന്ത്? ജീവൽ സാഹിത്യ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ധർമ്മം ആരുടെ രചനയാണ്? ധർമ്മം ആരുടെ രചനയാണ്? ഓപ്ഷൻ സി ആണ് ശ്രീനാരായണ ഗുരുവിന്റെ രചനയാണത് ധർമ്മം എന്ന് പറയുന്നത്. ഇനി മുസ്ലിം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ഏതാണ്? മുസ്ലിം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ഓപ്ഷൻ സി ആണ് 1906 ടാഗോർ മലയാളം എന്ന പദ്യം രചിച്ചതാരാണ്? ടാഗോർ മലയാളം എന്ന പദ്യം രചിച്ചത് ഓപ്ഷൻ ഡി ആണ് കുമാരനാശാനാണ്. ഇനി മലയാളി മെമ്മോറിയലിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആയിരിക്കാം? മലയാളി മെമ്മോറിയലിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാ? ഓപ്ഷൻ എ ആണ് KP ശങ്കരമേനോൻ, ഡോക്ടർ പൽപു, അതുപോലെ GP പിള്ള. ഇനി ആത്മകഥക്ക് ഒരു ആമുഖം ആരുടെ ആത്മകഥയാണ്? ആത്മകഥക്ക് ഒരു ആമുഖം എന്നത് ആരുടെ ആത്മകഥയാണ്? ആരതാ? ഓപ്ഷൻ സി ആണ് ലളിതാംബിക അന്തർജനം. ഇനി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലുള്ള
സവർണ ജാഥ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിവേദനം നൽകിയത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിക്കാം? മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലുള്ള സവർണ ജാഥ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിവേദനം നൽകിയത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിക്കാം? ഓപ്ഷൻ ബി ആണ് സേതു ലക്ഷ്മി ബായിക്കാണ്. ഇനി മുസ്ലിം ജനവും വിദ്യാഭ്യാസവും എന്ന പുസ്തകം രചിച്ചതാരാം? മുസ്ലിം ജനവും വിദ്യാഭ്യാസവും എന്ന പുസ്തകം രചിച്ചത് ആരാം? ഓപ്ഷൻ ഡി ആണ് മക്തി തങ്ങളാണ്. ഇനി മലബാർ ക്രിസ്ത്യൻ കോളേജിന്റെ വികസനത്തിൽ പ്രധാന പങ്കുവഹിച്ച മിഷനറി പ്രസ്ഥാനം ഏതാ? മലബാർ ക്രിസ്ത്യൻ കോളേജിന്റെ വികസനത്തിൽ പ്രധാന പങ്കുവഹിച്ച മിഷനറി പ്രസ്ഥാനം ഏതാ? ഓപ്ഷൻ സി ആണ് BEM കേട്ടോ, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആണ്. വിഖ്യാത ചരിത്രകാരനായ സുമിത് സർക്കാർ പോത്തന്നൂരിലെ ഇരട്ടറ ദുരന്തം എന്ന് വിശേഷിപ്പിച്ച സംഭവം ഏതാ? വിഖ്യാത ചരിത്രകാരനായ സുമിത് സർക്കാർ പോത്തന്നൂരിലെ ഇരട്ടറ ദുരന്തം എന്ന് വിശേഷിപ്പിച്ച സംഭവം ഏതാ? ഓപ്ഷൻ എ ആണ് വാഗൺ ട്രാജഡി ആണ്. ഇനി വാവൂട്ട് യോഗം സ്ഥാപിച്ചത് ആരാം? വാവൂട്ട് യോഗം സ്ഥാപിച്ചത് ആരാം? ഓപ്ഷൻ എ ആണ് ശ്രീനാരായണ ഗുരു. ഇനി ബ്രഹ്മാനന്ദ ശിവയോഗി ഏത് സ്ഥലത്താണ് സിദ്ധാശ്രമം സ്ഥാപിച്ചത്? ബ്രഹ്മാനന്ദ ശിവയോഗി ഏത് സ്ഥലത്താണ് സിദ്ധാശ്രമം സ്ഥാപിച്ചത്? എവിടെയാ? ഓപ്ഷൻ സി ആണ് ആലത്തൂരിൽ കേട്ടോ, ആലത്തൂരിലാണ്. ഇനി എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം ലഭ്യമാക്കാനായിട്ട് ചാവറയച്ചൻ സ്ഥാപിച്ച സമ്പ്രദായത്തിന്റെ പേരെന്താ? എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം ലഭിക്കാനായിട്ട് ചാവറയച്ചൻ സ്ഥാപിച്ച സമ്പ്രദായത്തിന്റെ പേര് എന്താ? ഓപ്ഷൻ ബി ആണ് പള്ളിക്കൂടം. 51ാമത്തെ ചോദ്യം, ഏതു വർഷമാണ് വക്കം മൗലവി സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത്? ഏതു വർഷമാണ് വക്കം മൗലവി സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത്? ഓപ്ഷൻ ഡി ആണ് 1905 എപ്പോഴാ? 1905. ഇനി സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച ദിനപത്രത്തിന്റെ പേരെന്താ? സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച ദിനപത്രത്തിന്റെ പേര് എന്താ? ഓപ്ഷൻ എ ആണ് വേലക്കാരൻ. ഇനി 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിച്ചത്? 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിച്ചത്? ഓപ്ഷൻ ബി ആണ് കഴ്സൺ പ്രഭുവിനാണ്. ഇനി ശ്രീനാരായണ ഗുരു രചിച്ച നവമഞ്ചരി ആർക്കാ സമർപ്പിച്ചത്? ശ്രീനാരായണ ഗുരു രചിച്ച നവമഞ്ചരി എന്നത് ആർക്കാണ് സമർപ്പിച്ചത്? ഓപ്ഷൻ എ ആണ് ചട്ടമ്പി സ്വാമികൾക്കാണ്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്ഷേത്രപ്രവേശന ക്യാമ്പയിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്ഷേത്രപ്രവേശന ക്യാമ്പയിനിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത് ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് TS സുബ്രഹ്മണ്യൻ തിരുമുമ്പ് കേട്ടോ, TS സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഇനി ഓരോ പള്ളിക്കുമൊപ്പം ഓരോ പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാം? ഓരോ പള്ളിക്കുമൊപ്പം ഒരു പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാം? ഓപ്ഷൻ ഡി ആണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ഇനി ശ്രീമതി എന്ന പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപ സ്ഥാനം വഹിച്ചിരുന്നത് ആരാം? ശ്രീമതി എന്ന പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപ സ്ഥാനം വഹിച്ചിരുന്നത് ആരാ? ഓപ്ഷൻ എ ആണ് അന്ന ചാണ്ടിയാണ്. ഓപ്ഷൻ എ അന്ന ചാണ്ടി. ഇനി ഓൾ കേരള വിമൻസ് ലീഗ് രൂപം കൊണ്ടത് എവിടെ വെച്ചാ? ഓൾ കേരള വിമൻസ് ലീഗ് രൂപം കൊണ്ടത് എവിടെ വെച്ചാ? ഓപ്ഷൻ ഡി ആണ് കോഴിക്കോട്. ഇനി അടിമകൾ എങ്ങനെ ഉടമകളായി എന്ന മലയാള കൃതി രചിച്ചതാരാ? അടിമകൾ എങ്ങനെ ഉടമകളായി എന്ന മലയാള കൃതി രചിച്ചത് ആരാ? ഓപ്ഷൻ സി ആണ് വിഷ്ണു ഭാരതീയൻ കേട്ടോ. വിഷ്ണു ഭാരതീയൻ. 60ാമത്തെ ചോദ്യം, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപം കൊണ്ട വർഷം ഏതാ? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപം കൊണ്ട വർഷം ഏതാ? ഓപ്ഷൻ ഡി ആണ് 1941. ഇനി താഴെ പറയുന്നതിൽ ആദ്യം രൂപം കൊണ്ട പ്രസ്ഥാനം ഏതാ? തന്നിരിക്കുന്നതിൽ ആദ്യം രൂപം കൊണ്ട പ്രസ്ഥാനം കല്യാണദായിനി സഭ, ബാലസമുദായ പരിഷ്കരണി സഭ, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം, സാധുജന പരിപാലന യോഗം. ഇതിൽ ആദ്യമായിട്ട് രൂപം കൊണ്ട് ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ് അല്ലെ. ഇനി താഴെ പറയുന്നവയിൽ കുമാരനാശാന്റെ ഏത് കൃതിയാണ് 1907 പ്രസിദ്ധീകൃതമായത്? താഴെ പറയുന്നവയിൽ കുമാരനാശാന്റെ ഏത് കൃതിയാണ് 1907 പ്രസിദ്ധീകൃതമായത്? ഏതാ? ഓപ്ഷൻ ബി ആണ് വീണപൂവ് കേട്ടോ. വീണപൂവ്. വർഷം ഏതാ? 1907. താഴെ പറയുന്നവയിൽ ഏത് പത്രമാണ് കെ രാമകൃഷ്ണപിള്ളയുമായി ബന്ധപ്പെട്ടത് അല്ലാത്തത്?
താഴെ പറയുന്നതിൽ ഏത് പത്രമാണ് കെ രാമകൃഷ്ണപിള്ളയുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലാത്തത്? ഏതാ? ഓപ്ഷൻ എ ആണ് കേരളീയൻ. ഇനി പാലിയം സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏതാണ്? പാലിയം സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏതാണ്? ഏതാ? ഓപ്ഷൻ ഡി ആണ് 1947. ഇനി ഏത് മണ്ഡലത്തിൽ നിന്നാണ് ജോസഫ് മുണ്ടശ്ശേരി 1957 കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തത്? ഏത് മണ്ഡലത്തിൽ നിന്നാണ് ജോസഫ് മുണ്ടശ്ശേരി 1957 കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തത്? എവിടുന്ന? ഓപ്ഷൻ ബി ആണ് മണലൂരാട്ടോ. ഏതാ? മണലൂർ മണ്ഡലത്തിൽ നിന്നാണ്. ഇനി താഴെ പറയുന്നതിൽ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് 1929 അന്തരിച്ചത്? തന്നിരിക്കുന്നതിൽ ഏത് നവോത്ഥാന നായകനാണ് 1929 അന്തരിച്ചത്? ആരാ? ഓപ്ഷൻ എ ആണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഇനി റെപ്രസെന്റേറ്റീവ് ഇന്ത്യൻസ് എന്നത് ആരുടെ പ്രശസ്ത കൃതിയാണ്? റെപ്രസെന്റേറ്റീവ് ഇന്ത്യൻസ് എന്നത് ആരുടെ പ്രശസ്ത കൃതിയാണ്? ഓപ്ഷൻ എ ആണ് ബാരിസ്റ്റർ GP പിള്ള. ഇനി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രചിച്ച നാടകം ഏതാ? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രചിച്ച നാടകം ഏതാ? ഓപ്ഷൻ ഡി ആണ് നിഴലുകളാണ്. ഇനി ഏത് വർഷമാണ് സഹോദരൻ അയ്യപ്പൻ യുക്തിവാദി മാഗസിന്റെ പത്രാധിപരായത്? ഏത് വർഷമാണ് സഹോദരൻ അയ്യപ്പൻ യുക്തിവാദി മാഗസിന്റെ പത്രാധിപരായത്? ഏത് വർഷ? ഓപ്ഷൻ എ ആണ് 1928. ഇനി കുമാരനാശാനെ നവോത്ഥാനത്തിന്റെ കവി എന്ന് വിശേഷിപ്പിച്ചതാരാ? കുമാരനാശാനെ നവോത്ഥാനത്തിന്റെ കവി എന്ന് വിശേഷിപ്പിച്ചത് ഓപ്ഷൻ ബി ആണ് തായാട്ട് ശങ്കരൻ. ഇനി സാമൂഹിക പരിഷ്കർത്താവായിട്ടും നവോത്ഥാന നായകനുമായിരുന്ന ഏത് വ്യക്തിയുടെ ഭാര്യയായിരുന്നു ജാനമ്മ? സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്ന ഏത് വ്യക്തിയുടെ ഭാര്യയായിരുന്നു ജാനമ്മ? ആരാ? ഓപ്ഷൻ ഡി ആണ് കുമാരഗുരുവിന്റെയാണ്. ഇനി അധകൃതൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതാരാ? അധകൃതൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് KP വള്ളോനാട്ടോ. ആരാ? KP വള്ളോന്. ഇനി ചേറ്റുപുഴയിൽ അന്തർജന സമാജം സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്തതാരാണ്? ചേറ്റുപുഴയില് അന്തർജന സമാജം സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തത് ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് കമ്മത്ത് ചിന്നമ്മ കേട്ടോ. ഓപ്ഷൻ എ കമ്മത്ത് ചിന്നമ്മ. 74ാമത്തെ ചോദ്യം 1933 ജാതിനാശിനി സഭ സ്ഥാപിച്ചതാരാണ്? 1933 ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആരാ? ഓപ്ഷൻ സി ആണ് ആനന്ദ തീർത്ഥനാണ്. ഇനി തിരുവിതാംകൂറിൽ ഏത് ദിവാന്റെ കാലത്താണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക ഫണ്ട് നിലവിൽ വന്നത്? തിരുവിതാംകൂറിൽ ഏത് ദിവാന്റെ കാലത്താണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക ഫണ്ട് നിലവിൽ വന്നത്? ആരതാ? ഓപ്ഷൻ എ ആണ് ടി മാധവറാവു. ടി മാധവറാവു. കൊച്ചിയിൽ നിന്ന് കേരള പതാക എന്ന പത്രം ആരംഭിച്ച വർഷം ഏതാ? കൊച്ചിയിൽ നിന്ന് കേരള പതാക എന്ന പത്രം ആരംഭിച്ച വർഷം ഏതാ? ഓപ്ഷൻ സി ആണ് 1870. ഇനി കുര്യാക്കോസ് ഏലിയാസ് ടാവറെ 1986 വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചതാരാ? കുര്യാക്കോസ് ഏലിയാസ് ടാവറയെ 1986 വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചത് ആരാ? ഓപ്ഷൻ ബി ആണ് പോപ്പ് ജോൺ പോൾ രണ്ടാമൻ കേട്ടോ. പോപ്പ് ജോൺ പോൾ രണ്ടാമൻ. ഇനി 78ാമത്തെ ചോദ്യം മലബാർ ക്ഷേത്രപ്രവേശനം നിയമം നിലവിൽ വന്ന വർഷം ഏതാ? മലബാർ ക്ഷേത്രപ്രവേശന നിയമം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ ഡി ആണ് 1947. ഇരിങ്ങാലക്കുട കുടൽമാണിക്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാ? ഇരിങ്ങാലക്കുട കുടൽമാണിക്യ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാ? ആണ് കുട്ടംകുളം. ഏതാ? കുട്ടംകുളമാണ്. ഇനി തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയുടെ സ്ഥാപകൻ ആരാ? തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയുടെ സ്ഥാപകൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് കേണൽ എഡ്വേർഡ് കെഡോഗൻ ആട്ടോ. കേണൽ എഡ്വേർഡ് കെഡോഗൻ ആണ്. ഇനി താഴെ പറയുന്നവയിൽ ഏത് വനിതയാണ് സിവിൽ ആജ്ഞാന ലംഘന സമരത്തിൽ പങ്കെടുക്കുകയും 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ കയ്യിലേന്തി പ്രകടനം നയിക്കുകയും ചെയ്തത്? താഴെ പറയുന്നതില് ഏത് വനിതയാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ കയ്യിലേന്തി പ്രകടനം നയിക്കുകയും ചെയ്തത്? ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് AV കുട്ടിമാളു അമ്മയാണ്. 82ാമത്തെ ചോദ്യം സ്വാമി ആനന്ദ തീർത്ഥന്റെ യഥാർത്ഥ പേരെന്താ? സ്വാമി ആനന്ദ തീർത്ഥന്റെ
യഥാർത്ഥ പേര് ഓപ്ഷൻ ബി ആണ് ആനന്ദ ഷേണായി എന്നാണ്. ഇനി കേരളത്തിലെ താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനത്തിനായിട്ട് പണ്ഡിറ്റ് കറുപ്പൻ രൂപീകരിച്ച സംഘടന ഏതാണ്? കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർക്കായിട്ട് പണ്ഡിറ്റ് കറുപ്പൻ രൂപീകരിച്ച സംഘടന ഓപ്ഷൻ എ ആണ് കൊച്ചി പുലയ മഹാസഭയാണ്. തൈക്കാട് അയ്യ തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയും ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്ത തിരുവിതാംകൂർ രാജാവ് ആരാണ്? തൈക്കാട് അയ്യയെ തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയും ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്ത തിരുവിതാംകൂറിലെ രാജാവ് ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് സ്വാതി തിരുനാളാണ്. 85ാമത്തെ ചോദ്യം, ഏത് ബോട്ടിൽ സഞ്ചരിക്കവെയാണ് കുമാരനാശാൻ അപകടത്തിൽപ്പെട്ടത്? ഏത് ബോട്ടിൽ സഞ്ചരിക്കവെയാണ് കുമാരനാശാൻ അപകടത്തിൽപ്പെട്ടത്? ഏതാ? ഓപ്ഷൻ ബി ആണ് റെഡീമർ അല്ലെ. റെഡീമർ ബോട്ടപകടവുമായിട്ട് ബന്ധപ്പെട്ടതാരാ? കുമാരനാശാൻ. ഇനി കേരളത്തിലെ മലങ്കര സിറിയൻ വിഭാഗത്തിന്റെ പരിഷ്കരണ നേതാവ് ആരാ? കേരളത്തിലെ മലങ്കര സിറിയൻ വിഭാഗത്തിന്റെ പരിഷ്കരണ നേതാവ് ആരാ? ഓപ്ഷൻ എ ആണ് പാലക്കുന്നത്ത് എബ്രഹാം മാൽപ്പനാണ്. 87ാമത്തെ ചോദ്യം, വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാ? വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാ? ഓപ്ഷൻ ബി ആണ് അയ്യങ്കാളിയാണ്. ഇനി പുലിയ സമുദായങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് അവകാശം നൽകുന്ന ആദ്യത്തെ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം ഏതാ? പുലിയ സമുദായ അംഗങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് അവകാശം നൽകുന്ന ആദ്യത്തെ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം ഏതാ? ഓപ്ഷൻ സി ആണ് 1907. ഇനി കേരളൻ എന്ന തൂലികാനാമത്തിൽ എഴുതിയതാരാ? കേരളൻ എന്ന തൂലികാനാമവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? ഓപ്ഷൻ സി ആണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. ഇനി ശിവശതകം രചിച്ചതാരാം? ശിവശതകം എന്ന കൃതി രചിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ശ്രീനാരായണ ഗുരുവാണ്. തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ തീയതി ഏതാ? തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ തീയതി ഏതാ? ഓപ്ഷൻ എ ആണ് 1936 നവംബർ 12. ഇനി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാ? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാ? പട്ടം താണു പിള്ളയാണ്. ഇനി ഷൊർണൂരിൽ നിന്ന് EMS എഡിറ്റ് ചെയ്ത പ്രസിദ്ധീകരണം ഏതാ? ഷൊർണൂരിൽ നിന്ന് EMS എഡിറ്റ് ചെയ്ത പ്രസിദ്ധീകരണം ഏതാ? ഓപ്ഷൻ സി ആണ് പ്രഭാതമാണ്. ഇനി ഹെർമൻ ഗുണ്ടർട്ട് ഏത് മിഷണറി സൊസൈറ്റിയിലെ അംഗമായിരുന്നു? ഹെർമൻ ഗുണ്ടർട്ട് ഏത് മിഷണറി സൊസൈറ്റിയിലെ അംഗമായിരുന്നു? ഓപ്ഷൻ സി ആണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ ആയിരുന്നു. ഇനി സ്വാതന്ത്ര്യ സമര നേതാവും സാമൂഹിക പ്രവർത്തകയുമായിട്ടുള്ള AV കുട്ടിമാളു അമ്മ ജനിച്ച വർഷം ഏതാ? സ്വാതന്ത്ര്യ സമര നേതാവും സാമൂഹിക പ്രവർത്തകയുമായിട്ടുള്ള AV കുട്ടിമാളു അമ്മ ജനിച്ച വർഷം ഏതാ? ഓപ്ഷൻ ബി ആണ് 1905. ഇനി പുരോഗമന ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് യോഗക്ഷേമ സഭ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതാരാം? യോഗക്ഷേമ സഭ ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാണ് കേട്ടോ? പുരോഗമന ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് യോഗക്ഷേമ സഭ ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാ? ഓപ്ഷൻ ബി ആണ് ഉണ്ണി നമ്പൂതിരിയാണ്. ഇനി ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്ത് പൊതുഖജനാവ് ദുർവ്യയം ചെയ്യുന്നതിനെ വിമർശിച്ച് 1,00,000 രൂപ എന്ന ശീർഷകത്തിൽ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ച പത്രം ഏതാ? ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്ത് പൊതുഖജനാവ് ദുർവ്യയം ചെയ്യുന്നതിനെ വിമർശിച്ച് 1,00,000 രൂപ എന്ന ശീർഷകത്തിൽ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ച പത്രം ഏതാ? ഓപ്ഷൻ സി ആണ് സ്വദേശാഭിമാനിയാണ്. 98ാമത്തെ ചോദ്യം, കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ട് കേരള സർക്കാർ പാസാക്കിയ വർഷം ഏതാ? കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ട് കേരള സർക്കാർ പാസാക്കിയ വർഷം ഏതാ? ഓപ്ഷൻ എ ആണ് 1989. ഇനി ആരുടെ ആത്മകഥയാണ് ഖിലാഫത്ത് സ്മരണകൾ എന്നത്? ആരുടെ ആത്മകഥയാണ് ഖിലാഫത്ത് സ്മരണകൾ എന്നത്? ആരതാ? ഓപ്ഷൻ സി ആണ് മൊഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരി ട്ടോ. M ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് അല്ലെങ്കിൽ മൊഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. ഇനി 100ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാന കാലത്ത് ശ്രദ്ധേയമായ താലി സംഭവവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാം? താലി സംഭവവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആരാം? ഓപ്ഷൻ ബി ആണ് കമലാബായി പ്രഭു അല്ലെ. കമലാബായി പ്രഭു ആണ്. അപ്പോൾ ഇനി അടുത്ത 4ാമത്തെ സെറ്റുമായിട്ട് അടുത്ത വീഡിയോ കാണാം.